നമസ്കാരം പ്രിയമുള്ളവരെ. ഇന്ത്യ മഹാരാജ്യത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണമായിട്ടുള്ള അവശേഷിക്കുന്ന കേരളത്തിലെ ഭരണം എങ്ങനെയും നിലനിർത്തുവാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ രാജ്യത്തെ സംഘപരിവാറിൻ്റെ കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന PM ശ്രീ പദ്ധതി ഇതാ ഒടുവിൽ കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി ഒപ്പിട്ടിരിക്കുകയാണ്. സഖ്യകക്ഷിയായിട്ടുള്ള CPIയുടെ എതിർപ്പ് നിലനിൽക്കെ LDFിൽ പോലും ചർച്ച ചെയ്യാതെയാണ് ഇത്തരമൊരു RSSും CPIയുമായിട്ടുള്ള ഡീലിന് ഇന്ന് ഒപ്പുവെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറിയ അന്ന് മുതൽ ഇന്ന് വരെ അവരെടുത്തിരിക്കുന്ന ഓരോ സമീപനവും BJPയെ സഹായിക്കുന്ന നിലപാട് തന്നെയായിരുന്നു. ഇതെല്ലാം യാദൃശ്യമാണ്, ഇല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ട് ചെയ്തതാണ് എന്ന് നമുക്ക് വിശ്വസിക്കുക വളരെ ഈ സർക്കാർ അധികാരത്തിൽ കയറിയ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ചരിത്രം നമുക്കിന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഇന്ന് 2014 അധികാരത്തിൽ കയറിയ BJP സർക്കാർ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാക്കളെ ഒന്നടങ്കം, എന്തിന് പരമോന്നത നേതാക്കന്മാരായിട്ടുള്ള സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കം കള്ളക്കേസുകളുടെ പേരിൽ, ദുരാരോപണങ്ങളുടെ പേരിൽ ദീർഘമായിട്ട് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത സംഭവം നമുക്കറിയാം. DK ശിവകുമാറും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള P ചിദംബരം അടക്കമുള്ള നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കിയത് നമുക്കറിയാം. അങ്ങനെ എത്രയോ നേതാക്കന്മാർ, ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഷിബു സോറനെ മാസങ്ങളോളമാണ് ജയിലിലടച്ചത്. അതുപോലെ തന്നെ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ 3 മാസത്തോളമാണ് ജയിലിലിട്ടത്. അങ്ങനെ ആരോപണങ്ങളുടെ പേരിലും കേസുകൾ തെളിയിക്കപ്പെടാത്ത കേസുകൾ പോലും ജസ്റ്റ് ആരോപണങ്ങളുടെ പേരിൽ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് മേൽ EDയും CBIയും ഒക്കെ അന്വേഷണത്തിന് വിട്ടുകൊണ്ട് അവരെ കേസിൽ കുടുക്കി ആ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ വേണ്ടി BJP ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. എന്നാൽ എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതൃനിരയിലെ പ്രധാന സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ മാത്രം, അതും CPM രാജ്യത്തിൻ്റെ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ RSSൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശത്രുക്കളെന്ന് അവരുടെ ലിഖിതമായ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ മാത്രം എന്തുകൊണ്ടാണ് അവർ തൊടാതെ വിടുന്നതെന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം. ഇത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്ന പോലെയാണ് കേരളത്തിലെ കാര്യങ്ങൾ. നമുക്കറിയാം, എസൻഷ്യൽ ലാവ്ലിൻ കേസ് പോലൊരു കേസ് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെ 38 തവണയാണ് രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതി ആ കേസ് മാറ്റിവെച്ചത്. നമുക്ക് ചിന്തിച്ച് നോക്കാം, എന്തുകൊണ്ടാണ് കേസ് മാറ്റിവെച്ചത്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസിയായിട്ടുള്ള CBIയുടെ അഭിഭാഷകൻ ആ സുപ്രീം കോടതിയിൽ അവധി നൽകുന്നതിൻ്റെ പേരിലാണ് ഈ കേസ് ഇങ്ങനെ മാറ്റിവെച്ച് പോകുന്നത്. ഈ ഡെമോക്രാസിൻ്റെ വാള് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തലയുടെ മേലെ ആ ഒരു കേസ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് BJP. അതോടൊപ്പം തന്നെയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്. നമുക്കറിയാം, പ്രമാദമായ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കറിനെ 3 മാസത്തോളമാണ് ജയിലിലിട്ടത്. അപ്പോൾ അത്രമാത്രം ഒരു ആരോപണം നേരിട്ടൊരു കേസ്. ആ കേസിൽ ED അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും, ഒന്ന് അന്വേഷണം നടത്തുവാൻ പോലും ED തയ്യാറായില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രമാദമായ കേസ്, വീണ വിജയനെതിരെയായിട്ടുള്ള മാസപ്പടി കേസ്. ആ കേസിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം 2023 മുഖ്യമന്ത്രിയുടെ മകനായിട്ടുള്ള വിവേക് കിരണിൻ്റെ പേർക്ക് ED നോട്ടീസ് അയച്ചു എന്ന് പറയുന്ന ആ ഒരു വാസ്തവമായ സംഭവം, അത് പിണറായി വിജയനും CPM വൃത്തങ്ങളൊക്കെ നിഷേധിച്ചപ്പോൾ CPMൻ്റെ അഖിലേന്ത്യാ ബ്യൂറോ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബിയാണ് അത് ഒടുവിൽ അങ്ങോട്ടൊക്കെ നോട്ടീസ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിൽ കഴമ്പില്ല എന്ന് മനസ്സിലാക്കി ED തന്നെ ആ നോട്ടീസ് പിൻവലിച്ചു എന്നാണ് MA ബേബി പറഞ്ഞത്. ഇത് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയുള്ള വ്യക്തമായിട്ടുള്ള CPMഉം BJPയുമായുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, ആ രീതിയിൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് കേരളത്തിലെ അധികാരമില്ലാതിരിക്കുന്ന BJPക്ക് അധികാരമില്ലാതിരിക്കുന്ന കേരളത്തിലെ CPMൻ്റെ ഭരണം അവർ കൺട്രോൾ ചെയ്യുന്നത്. എത്രയോ കേസുകൾ നമുക്കറിയാം. BJP നേതാക്കന്മാർക്കെതിരായിട്ടുള്ള BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നിട്ടുള്ള സുരേന്ദ്രനെതിരെ ആയിട്ടുള്ള മഞ്ചേശ്വരം കോഴക്കേസ്, ഹവാല 400 കോടി കടത്തിയ ഹവാല കേസ്, അതുപോലെ BJP നേതാക്കന്മാർ MD രമേശ് അടക്കമുള്ള നേതാക്കന്മാർക്കെതിരെ ഏറ്റവും വലിയ ആരോപണം നേരിട്ട മെഡിക്കൽ കോളേജ് കോഴക്കേസ്, അതുപോലെ തന്നെയാണ് കൊടുങ്ങല്ലൂരിലെ കള്ളനോട്ട് കേസ്. കൊടുങ്ങല്ലൂരിൽ യുവമോർച്ചയുടെ നേതാവിനെ 3 തവണയാണ് സമാനമായ കള്ളനോട്ട് അടിച്ചതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടത്. അത് മറ്റൊരു നാമധാരിയോ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുമാണെങ്കിൽ
ഇങ്ങനെ ഒരു തവണ പിടിക്കപ്പെട്ട ആൾ വീണ്ടും ജാമ്യത്തിൽ പോകാൻ വീണ്ടും അതേ കേസ് ചെയ്തു, കുറ്റം ചെയ്തു വീണ്ടും പിടിച്ചു, രണ്ടാമതും പുറത്തു വിട്ടു, മൂന്നാമതും അതേ കേസ് തന്നെ ചെയ്തിരിക്കുന്ന അതേ കുറ്റം ചെയ്ത ആളെ വീണ്ടും പിടിച്ച സംഭവം നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ടോ? അങ്ങനെ നിരവധി കേസുകൾ, BJP നേതാക്കന്മാർക്കെതിരെയുള്ള കേസുകളും തിരിച്ച് CPM-നെതിരെയുള്ള കേസുകൾ, CPM-ൻ്റെ തൃശ്ശൂരിലെ ഒരു സഹകരണ ബാങ്കിൽ 500 കോടിയുടെ ആ കോഴക്കേസ്, 500 കോടി സഹകരണ ബാങ്കിലെ നിക്ഷേപം കാണാതായ സംഭവം ED അന്വേഷണം പ്രഖ്യാപിച്ചിട്ട്, CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടൊക്കെ അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്തരം രീതിയിൽ വ്യക്തമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് CPM-ഉം അല്ലെങ്കിൽ CPM-ലെ പിണറായിസം എന്ന് പറയുന്ന പിണറായി വിജയൻ അനുകൂലികളായിട്ടുള്ള ആളുകളും BJP-യുമായിട്ട് ധാരണ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കറിയാം ഈ ഒരു ബ്ലാക്ക് മെയിലിങ്ങിലൂടെ അവർക്ക് BJP പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല എങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഈ കേസുകൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഡെമോക്രാസിൻ്റെ തലയിൽ തൂങ്ങിക്കിടക്കുന്ന വാള് പിണറായി വിജയൻ്റെ തലയിലേക്ക് വീഴും. അത് വീഴ്ത്താൻ ഏത് നിമിഷവും BJP-യും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷായും തയ്യാറാണ് എന്നുള്ളതാണ് മറ്റ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒക്കെ എതിരെയുള്ള കേസുകളിലൂടെ അതിനവർക്ക് എത്ര വലിയ ഉന്നത നേതാക്കന്മാരായാലും യാതൊരു മടിയുമില്ല എന്നവർ തെളിയിച്ചു തന്നെയാണ്. അപ്പം എന്തുകൊണ്ടാണ് പിണറായി വിജയനെ മാത്രം തൊടാതെ പോകുന്നത്? നമുക്ക് ഇതിൽ കൂടുതൽ വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ നമുക്ക് വേണോ? അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു മൂന്നാമത് പിണറായി വിജയൻ സർക്കാർ വന്നു കഴിഞ്ഞാൽ എന്താകും നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കണം. ഇപ്പം അയ്യപ്പൻ്റെ കാര്യം നമുക്കറിയാം. അയ്യപ്പൻ്റെ വിഗ്രഹം ഒഴിച്ചുള്ള ബാക്കിയെല്ലാം കട്ടുകൊണ്ട് പോയ ന്യൂസിലാണ് ഒരു ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ വരെ അഴിമതി കാണിച്ചുകൊണ്ട് കിട്ടുന്നതെല്ലാം കമ്മീഷൻ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം PM ശ്രീ പദ്ധതി ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങൾക്കും നയങ്ങൾക്കും എതിരായിട്ട് CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബിയാണ് കഴിഞ്ഞ ദിവസം ഇത് ഞങ്ങൾ നടപ്പാക്കത്തില്ല, CPM-ൻ്റെ നയമല്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് അഖിലേന്ത്യാ സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്ക് പോലും വില കൊടുത്തുകൊണ്ടാണ് ഇന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമായിട്ട് PM ശ്രീ പദ്ധതി ഒപ്പിട്ടു എന്നുള്ള ആ ഒരു ന്യൂസ് പുറത്തു വരുന്നത്. അതും CPM-ൻ്റെ LDF-ൻ്റെ ഏറ്റവും പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള രണ്ടാമത്തെ വലിയ കക്ഷിയായിട്ടുള്ള CPI-യുടെ എതിർപ്പ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പരസ്യമായിട്ട് പറഞ്ഞിട്ട് പോലും യാതൊരു പുല്ലുവിലയും കൽപ്പിക്കാതെ ഈ രീതിയിൽ അവർ പിണറായി വിജയൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ ഡെമോക്രാസിൻ്റെ വാള് തന്നെയാണ് ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം. ഇനി മൂന്നാമതൊരു ഭരണം കൂടി LDF-ന് വന്നു കഴിഞ്ഞാൽ കേരളം BJP-ക്ക് തീരെഴുതി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ചിന്തിക്കുക, ഇനി ഈ ഒരു പാർട്ടിയെ അധികാരത്തിൽ കയറ്റണോ വേണ്ടിയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. BJP-ക്കും ആഗ്രഹം അത് തന്നെയാണ്. കാരണം സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ സർക്കാർ വീണ്ടും മൂന്നാമതൊരു LDF സർക്കാർ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ദുർബലപ്പെടും. ആ സ്ഥാനത്ത് തങ്ങൾക്ക് ശക്തമായി മാറാം. അടുത്ത ഈ 2026 ഇലക്ഷൻ കഴിഞ്ഞാൽ ഇവിടുത്തെ 2031 ഇലക്ഷനിൽ പ്രധാന പ്രതിപക്ഷ കക്ഷിയായിട്ട് അല്ലെങ്കിൽ ഭരണകക്ഷിയായിട്ട് പോലും BJP-ക്ക് മാറാമെന്നുള്ള വ്യക്തമായ ധാരണയോടും അജണ്ടയോടും കൂടി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നതും അതിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്ന പിണറായി വിജയനും കൂട്ടരും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഇത്തരം ആളുകളെ, ഇത്തരം പാർട്ടിയെ ഇനി നമ്മൾ അധികാരത്തിൽ കയറ്റണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ മതേതര സമൂഹം നല്ല രീതിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മതേതരത്വം നിലനിർത്തുവാനും ജനാധിപത്യം സംരക്ഷിക്കുവാനും കേരളത്തിൻ്റെ തനതായ പൈതൃകം ഈ വർഗീയ വിഘടനവാദികളെ, വർഗീയ ശക്തികളെ അകറ്റി നിർത്തുന്ന ആ ഒരു സമീപനം നമുക്ക് തുടർന്നു പോകണമെങ്കിൽ മൂന്നാമതൊരു പിണറായി വിജയൻ സർക്കാർ ഈ കേരളത്തിൻ്റെ മണ്ണിൽ വരുവാൻ പാടില്ല എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുകയാണ്. വീണ്ടും അടുത്തൊരു വിഷയമായി കാണാം. നന്ദി, നമസ്കാരം.